പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന ബന്ദികളെ പരസ്യമായി കൊല ചെയ്യാനൊരുങ്ങി ഹമാസ്. അതിഭീകര യുദ്ധത്തിലേക്ക് ഇസ്രായേൽ. ഗാസയിലെ തങ്ങളുടെ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ഓരോ വ്യോമാക്രമണത്തിനും പകരമായി ഓരോ ബന്ദികളെ പരസ്യമായി കൊല്ലുമെന്ന് ഹമാസിന്റെ ഭീഷണി നിലനിൽക്കെ ശക്തമായ തിരിച്ചടി തുടർന്ന് ഇസ്രായേൽ. 100-ലേറെ ഇസ്രായേലികളെ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. അതിനിടെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1600 കടന്നു. ഗാസയിൽ രാത്രി മുഴുവൻ ഇസ്രായേൽ നടത്തിയ അതിഭീകരമായ ബോംബാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ നാമാവശേഷമായി. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി വരെ ഹമാസിന്റെ 1290 കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീവ്രവാദികൾക്കെതിരെ അതിഭീകരമായ ആക്രമണമായിരിക്കും നടത്തുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഗാസയ്ക്കെതിരെ നടക്കുന്ന വ്യോമാക്രമണങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ഇസ്രായേലികൾ ബന്ദികളായി ഹമാസിന്റെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഉള്ളതായി അദ്ദേഹം വ്യക്തമാക്കി. ഹമാസ് അക്രമികൾ ഇപ്പോഴും ഇസ്രായേലിൽ ഉണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷൻ അഭിസംബോധനയിൽ സമ്മതിച്ചു. വെള്ളവും ഭക്ഷണവും ഇന്ധനവും വൈദ്യുതിയും നൽകാതെ ഗസയ്ക്കെതിരെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ശക്തമായി തുടരുകയാണ്. ഹമാസിന്റെ ആക്രമണത്തിൽ ഇതുവരെ 18 പൗരന്മാർ കൊല്ലപ്പെട്ടതായി തായ്ലൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11ഓളം തായ്ലൻഡ് സ്വദേശികൾ ബന്ദികളാക്കപ്പെട്ടതായി നേരത്തെ തായ്ലൻഡ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു. ഇവരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരുന്നതായി തായ്ലാന്റ് വ്യക്തമാക്കി. ഇതിനിടെ 11 അമേരിക്കൻ പൗരന്മാർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. ഹമാസ് ബന്ദികളാക്കിയവരിൽ അമേരിക്കക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇസ്രായേലിന് സമീപത്തേക്ക് നീങ്ങുന്നത് കൂടാതെ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങളും വൻതോതിൽ അമേരിക്ക അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിനെതിരെ നീണ്ട പോരാട്ടത്തിന് തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കി. മാസങ്ങൾ പൊരുതാനുള്ള ആയുധങ്ങൾ കരുതൽ ശേഖരത്തിൽ ഉണ്ട്. അമേരിക്കയിൽ തടവിലാക്കപ്പെട്ട പലസ്തീനികളെ വിട്ടയക്കണമെന്നും ഗാസ തകർത്താൽ നരകത്തിന്റെ വാതിലുകൾ ഇസ്രായേൽ തുറക്കേണ്ടി വരുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി. യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ അറബ് ലീഗ് രാജ്യങ്ങളും നാളെ അടിയന്തര യോഗം ചേരും.